ഉള്ളു പിടഞ്ഞാലും ഉറക്കെ ചിരിച്ചേക്കണം. ഒരിക്കൽ ചാർലി ചാപ്ലിനോട് ഒരാൾ ചോദിച്ചു, ലോകത്തെ ഏറ്റവും ദുഃഖകരമായ കാര്യം എന്താണ്? ചാർലി ചാപ്ലിൻ പറഞ്ഞ മറുപടി എൻ്റെ ജീവിതമാണ് എന്നാണ്. അത് കേട്ട് എല്ലാവരും ചിരിച്ചു. കാരണം ലോകത്തെ ചിരിപ്പിച്ച മനുഷ്യൻ തൻ്റെ ജീവിതത്തെ ദുഃഖകരമെന്ന് പറയുമെന്ന് ആരും കരുതിയില്ല. പക്ഷേ സത്യം അതായിരുന്നു. ബാല്യത്തിൽ പട്ടിണി, അമ്മയുടെ മാനസിക രോഗം, അനാഥത്വം, അപമാനങ്ങൾ എല്ലാം അനുഭവിച്ച മനുഷ്യനായിരുന്നു ചാപ്ലിൻ. എന്നിട്ടും അദ്ദേഹം പറഞ്ഞു, ടു ട്രൂലി ലാഫ് യു മസ്റ്റ് ബി ഏബിൾ ടു ടേക്ക് യുവർ പെയിൻ ആൻഡ് പ്ലേ വിത്ത് ഇറ്റ്. നിങ്ങളുടെ വേദനയെ കളിപ്പാട്ടമാക്കാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥ ചിരി ജനിക്കുന്നത്. ജീവിതത്തിൽ ഒരു വിചിത്രതയുണ്ട്. നിങ്ങൾ വിജയിക്കുമ്പോൾ കൈയടിക്കുന്നവരെക്കാൾ നിങ്ങൾ വീഴുമ്പോൾ എണ്ണാൻ നിൽക്കുന്നവരാകും പലപ്പോഴും കൂടുതൽ. നിങ്ങൾ കൊടുമുടി കയറിയാൽ കൈയടിക്കാൻ നിരവധി ആൾക്കാരുണ്ടാകും. നിങ്ങൾ കയറ്റത്തിൽ അനുഭവിച്ച ബുദ്ധിമുട്ട് അന്വേഷിക്കാൻ വളരെ കുറച്ചു പേർ മാത്രമേ ഉണ്ടാകൂ. പക്ഷെ നിങ്ങൾ വഴുതി വീണാൽ അവർ ചോദിക്കും, എവിടെയാണ് വീണത്? വേണ്ട തയ്യാറെടുപ്പുകളൊന്നും ഇല്ലായിരുന്നു, ആരോഗ്യം കുറവായിരുന്നു, മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ എന്തു ചെയ്യും? ഇനി ഒരു കൂട്ടർ പറയും, വല്ല കാര്യവും ഉണ്ടായിരുന്നു, താഴെങ്ങാനും നിന്നാൽ പോരായിരുന്നു. വിജയം പലർക്കും പ്രചോദനമാണ്, എന്നാൽ കുറവുകൾ എണ്ണാനാണ് കൂടുതൽ ആൾക്കാർക്കും താല്പര്യം. വിജയമെന്നത് അവസാന വാക്കല്ല, തോൽവി മരണവുമല്ല. വീണ്ടും മുന്നോട്ട് നടക്കാനുള്ള ധൈര്യമാണ് പ്രധാനം. എല്ലാവരും നിങ്ങളെ മനസ്സിലാക്കണമെന്നില്ല, എല്ലാവരും നിങ്ങളുടെ വിജയത്തിനായി പ്രാർത്ഥിക്കണമെന്നുമില്ല. ചിലർ നിങ്ങളുടെ തോൽവിക്കായി കാത്തിരുന്നേക്കാം. പക്ഷേ നിങ്ങൾ ചിരിക്കുമ്പോൾ അവർക്ക് തോന്നുന്നത് നിങ്ങൾ സന്തോഷവാനാണെന്നാണ്. യഥാർത്ഥത്തിൽ ആ ചിരി പലപ്പോഴും ഇനിയും തോറ്റിട്ടില്ല എന്ന പ്രഖ്യാപനമാണ്. അതിനാൽ ഉള്ളു പിടഞ്ഞാലും ചിരിച്ചേക്കണം. കാരണം നിങ്ങളുടെ കണ്ണീർ കാണാൻ പലർക്കും താല്പര്യമുണ്ട്. നിങ്ങളുടെ ചിരി തന്നെയാണ് അവർക്കുള്ള ഏറ്റവും വലിയ മറുപടി. നല്ല ദിവസം ആശംസിക്കുന്നു.